ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വില കുറഞ്ഞ ഈ ഒരു വിനാഗിരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. വളരെ പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ കണ്ണാടി വെസൽസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഒരുപാട് ദിവസം നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു മങ്ങിയൊരു കണ്ണാടി ബൗളായി മാറും. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയ പോലെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നമ്മുടെ കണ്ണാടി ബൗളും വെസൽസൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സൊല്യൂഷനാണ് കേട്ടോ ഇത്. വിനാഗിരി കൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ കണ്ണാടി വെസൽസൊക്കെ ഇട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ ഉണ്ടാവും നമ്മുടെ കണ്ണാടി വെസൽസൊക്കെ. ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണാടി വെസൽസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇനി നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കണ്ണാടി വെസൽസ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു വിനാഗിരിയുള്ള വെള്ളത്തിൽ നിങ്ങൾ കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിലും കൂടെ ഒരു തവണ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിനാഗിരിയിൽ കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ണാടി വെസൽസൊക്കെ നല്ല ഭംഗിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം, മങ്ങലൊക്കെ പോയി നല്ലൊരു കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ ഒരു വലിയ ബൗളും കൂടെ ഞാൻ ഈ ഒരു വിനാഗിരി നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. നല്ല ചൂടോട് കൂടിയുള്ള വെള്ളത്തിലാണ് ഞാൻ വിനാഗിരി മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ബൗളൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന വെസൽസിൽ മാത്രമല്ല, നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലുള്ള കണ്ണാടി വെസൽസൊക്കെ എടുത്ത് വെച്ച് യൂസ് ചെയ്യുന്ന വെസൽസ് ആണെങ്കിൽ കൂടെ നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ആ ഒരു ബൗൾസും അതുപോലെ തന്നെ പ്ലേറ്റ്സൊക്കെ ഒരുമാതിരി ഭംഗിയൊരു കളറായിരിക്കും. ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കണ്ണാടി വെസൽസൊക്കെ നമുക്ക് നല്ല പുത്തനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഒരുപാട് വീടുകളിൽ ഇതുപോലെ ജ്വല്ലറി എന്നൊക്കെ കിട്ടുന്ന ഗിഫ്റ്റ് ഉണ്ടാവും, ഗിഫ്റ്റ് ഗ്ലാസ്സസൊക്കെ. ആ ഗിഫ്റ്റ് ഗ്ലാസ്സസിലൊക്കെ പ്രിൻ്റ് ആയിട്ടുള്ള നെയിം പ്രിൻ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഗ്ലാസ്സസൊക്കെ കിട്ടുക. അങ്ങനെയുള്ള ഗ്ലാസ്സൊക്കെ നമുക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയായിരിക്കും. അപ്പോൾ വേഗത്തിൽ നമുക്ക് ആ ഒരു പ്രിൻ്റൊക്കെ ഇളക്കി കളയാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് വിനാഗിരി വെള്ളമൊന്നും ചേർക്കാണ്ട് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു പ്രിൻ്റുള്ള ഭാഗത ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഗ്ലാസ്സസ് ആണെങ്കിലും ബൗൾസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ഇതുപോലെ ആ വിനാഗിരിയിൽ പ്രിൻ്റുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നിങ്ങൾ മുക്കി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രിൻ്റൊക്കെ വളരെ വേഗത്തിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്ലാസ്സിൽ നിന്നും പോകും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഗ്ലാസ് ഇല്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് ഇവിടെ കാണിച്ചത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/4 ഗ്ലാസോളം നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഒഴിക്കുമ്പോൾ ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചു മാറ്റാം. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് കണക്കാക്കിയിട്ടാണ് ഞാൻ സൊല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നത്. അതിന് നമുക്ക് ധാരാളമാണ് 2 ടേബിൾ സ്പൂണോളം വിനാഗിരി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബോട്ടിലിനനുസരിച്ച് ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ മാറ്റി യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഉറുമ്പ് ശല്യം മാത്രമല്ല, പാറ്റശല്യം അങ്ങനെയുള്ള ശല്യം ഒന്നും നമുക്കുണ്ടാവില്ല ഈ ഒരു സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ കിച്ചണിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെയൊക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പൊക്കെ എപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സാധാരണയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ കോളിൻ സൊല്യൂഷൻ വാങ്ങിക്കും ഹോം അപ്ലയൻസസ് ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ആ ഒരു ഹോം അപ്ലയൻസസ് ഒക്കെ എപ്പോഴും പുതുമയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോളിൻ സൊല്യൂഷൻ വാങ്ങിക്കാറുണ്ട്. ഇനി ആ
അത്രയ്ക്ക് തന്നെ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ വിനാഗിരി കൊണ്ട് റെഡിയാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങളുടെ വീടുകളിലുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, അതുപോലെ തന്നെ നമ്മുടെ കണ്ണാടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ കണ്ണാടിയൊക്കെ നിങ്ങൾ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് നിങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു വെണ്മ ഉണ്ടാവട്ടെ. എപ്പോഴും പുതിയതുപോലെ തന്നെ നമ്മുടെ ഹോം അപ്ലയൻസസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി വലിയ വില കൊടുത്ത് നമുക്ക് കടയിൽ നിന്നും സൊല്യൂഷനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് വിനാഗിരിയും അതുപോലെ തന്നെ ചൂടുവെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്ത വെള്ളമാണിത്. ഡൈലൂട്ട് വിനാഗിരി വെള്ളത്തിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതാണിത്. അതിലേക്ക് ഞാനിത് ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കോൾഗേറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്ക് ബാത്റൂമൊക്കെ കഴുകാൻ മടിയുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാത്റൂം ഒന്നും കഴുകിയിട്ടില്ലെങ്കിൽ എപ്പോഴും ബാഡ് സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ ക്ലോസറ്റിലൊക്കെ ചിലപ്പം മഞ്ഞ കറയൊക്കെ ഉണ്ടാകും. ആ കറയൊക്കെ നമുക്ക് ഉരച്ച് കഴുകാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. കിടിലൻ സൊല്യൂഷനാണ് ഇത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സൊല്യൂഷനാണ്. ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡൈലൂട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു വിനാഗിരി സൊല്യൂഷനിലേക്ക് കോൾഗേറ്റും അതുപോലെ തന്നെ കല്ലുപ്പുമാണ് റെഡിയാക്കിയിരിക്കുന്നത്. നന്നായിട്ട് ആ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സൊല്യൂഷൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഈ ഒരു സൊല്യൂഷൻ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പം ബാത്റൂമൊക്കെ കഴുകാൻ പറ്റാത്ത, ക്ലോസറ്റൊക്കെ കഴുകാൻ പറ്റാത്ത ആ ഒരു സമയങ്ങളിൽ നമ്മളിതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോസറ്റിൽ നിന്ന് പോയി നല്ല സ്മെല്ല് വരും കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത് കാരണം. നല്ലൊരു സൊല്യൂഷനാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ വിനാഗിരിയും നല്ല ചൂടുള്ള വെള്ളവും ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. ഒരുപാട് വീടുകളിൽ ഉറുമ്പ് ശല്യം ഉണ്ടാവും. ആ ഉറുമ്പ് ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഉറുമ്പൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ, വീട് നമ്മൾ തുടയ്ക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നിങ്ങൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഇനി അതല്ല നമുക്ക് വീടിൻ്റെ വെളിയിലൊക്കെയാണ് ഉറുമ്പുശല്യമൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലൊരു സ്പ്രേ നിങ്ങൾ തയ്യാറാക്കിയിട്ട്, ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നീട് നമുക്ക് ഉറുമ്പുശല്യം ഒന്നും ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ കൊടുത്ത് വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സ്റ്റീൽ ഫ്ലാസ്ക് ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ഇല്ലാതെ നമുക്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വിനാഗിരി ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം, ചൂടുവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വിനാഗിരി ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു വെള്ളം നമ്മൾ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് അരിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ആ ഒരു ഉള്ളിലുള്ള അഴുക്കൊക്കെ ഒന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ നമുക്ക് കൈയൊക്കെ എത്താത്തുള്ള ആ ഒരു ഭാഗത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ഫ്ലാസ്കിൽ നിന്ന് നീങ്ങി കിട്ടിയിട്ട് നമുക്ക് ഫ്ലാസ്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കുട്ടികളുടെ ആ സ്റ്റീൽ ബോട്ടിലൊക്കെയുള്ള ആ ഒരു അഴുക്കൊക്കെ തന്നെ നമുക്ക് നീങ്ങി കിട്ടി നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ. വീടുകളിലുള്ള ഫ്ലാസ്കിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു വിനാഗിരി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറേ ടിപ്സാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നത്. ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.